ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ ചർച്ച തുടങ്ങി പാകിസ്ഥാൻ. ഇന്ത്യ പാക് അതിർത്തി സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി ഇന്ത്യൻ സൈനിക നേതൃത്വത്തെ ഫോണിൽ വിളിച്ച് പാക് സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ. സംഘർഷ സാഹചര്യത്തിലെ ഈ ചർച്ച നിർണായകമാണ്. ടി ജി സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇപ്പോൾ പ്രകോപനം തുടങ്ങിയത് പാകിസ്ഥാനാണ്, നമുക്കറിയാം. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കുന്നു വളരെ ശക്തമായി തന്നെ. അതിനുശേഷം യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ പാകിസ്ഥാനാണ് ദാ ഇപ്പോൾ ചർച്ച എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇതുവരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാനെ അത്രത്തോളം അമ്പരപ്പിച്ചു എന്നാണോ? രഞ്ജിത്ത്, അതിസുപ്രധാനമായ നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തുന്ന സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ മുട്ടുമടക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ പുറത്തു വരുന്നു. അതായത് സൈനിക നീക്കം അവസാനിപ്പിക്കാനുള്ള കൂടിയാലോചനകൾക്ക് പാകിസ്ഥാൻ മുൻകൈയെടുക്കുകയാണ്. പാകിസ്ഥാൻ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇന്ത്യയുടെ DGMOയുമായുള്ള ഹോട്ട്ലൈൻ സംഭാഷണമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താ എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ്. ഈ യുദ്ധം, ഈ സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാകിസ്ഥാന് കനത്ത നാശമുണ്ടാക്കുമെന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൂടിയാണ് നീക്കമെന്നാണ് കരുതുന്നത്. സിറ്റുവേഷൻ ഇൻ വെരി ബാഡ് ഇൻ അവർ കൺട്രി എന്ന ഒരു സംഭാഷണം, എന്നൊരു സാഹചര്യം പാകിസ്ഥാൻ പങ്കുവച്ചു എന്നതാണ് വിവരം. അതായത് പാകിസ്ഥാനിലെ സാഹചര്യം അതീവ ദുഃഖകരം, അതീവ മോശം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ആ നീക്കമാണ്, ആ സമ്മർദ്ദമാണ് ഒടുവിൽ പാകിസ്ഥാന് ഇത്തരമൊരു നീക്കത്തിന് ഇടവെക്കുന്നത് എന്നതാണ് സൂചന. പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്ത്യ നടത്തുന്ന പ്രതികരണം എന്താ എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ തല ആലോചനകൾ വേണ്ടിവരുന്ന ഒരു കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ. ഇതിൽ വൈകിട്ടത്തെ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ തുടർ നീക്കങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ആദ്യ വിവരം ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയ്ക്ക് വഴി തുറക്കാൻ ആലോചനകൾക്ക് നടത്തുന്നു. ഇന്ത്യയെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുമായുള്ള ആശയവിനിമയം ആരംഭിച്ചു എന്നതാണ്. ഒന്നോർക്കണം, ഓപ്പറേഷൻ സിന്ദൂർ അതല്ലെങ്കിൽ പെഹൽഗാം സംഭവം നടന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിയാലോചന നടക്കുന്നത് എന്നതാണ്. ഒരു യുദ്ധമുഖത്ത് സാധാരണ ഉണ്ടാകുന്ന ആലോചനകളാണ്, പക്ഷേ ഇത് അങ്ങേയറ്റം നിർണായകമാണ്. അല്പസമയം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരുന്നു എന്നുള്ളത്. 6ഓളം സൈനിക വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നു, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആ തരത്തിൽ കേടുപാടുകൾ സംഭവിപ്പിക്കുന്നു. വളരെ കൃത്യമായി ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണം അതിനിയും തുടർന്നാൽ തങ്ങളുടെ രാജ്യത്തിന് അതൊട്ടും ഭൂഷണമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും പാകിസ്ഥാൻ. തീർച്ചയായും അത്തരമൊരു ആലോചനയിലേക്കാണ് 2-3 ഘടകങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം. ഒന്ന്, ഇന്ത്യയിൽ നിന്നും ഇത്ര ശക്തമായ ഒരു തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അവരുടെ സൈനിക കേന്ദ്രങ്ങളെ, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള, അതിർത്തിയിൽ നിന്നും അപ്പുറമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ, അത് വലിയ നാശനഷ്ടങ്ങൾ അവരുടെ എയർബേസുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ തന്നെ അത് സമ്മതിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രത്യാക്രമണം നടത്തി എന്ന പാകിസ്ഥാന്റെ വാദമുണ്ടെങ്കിൽ കൂടിയും അല്പസമയം മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ എയർബേസുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അത് സംബന്ധിച്ച തെളിവുകളും ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഈ സൈനിക നീക്കം പാകിസ്ഥാനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. പാകിസ്ഥാന് മുന്നിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ യുദ്ധരംഗത്ത് നിന്നും പിന്നോട്ട് പോകണമെന്നത്. പാകിസ്ഥാൻ നമുക്കറിയാം ദുർബലമായ സാമ്പത്തിക അവസ്ഥയുള്ള, നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്ന, സാമ്പത്തികപരമായ ഏറെ വെല്ലുവിളികളുള്ള ഒരു രാജ്യമാണ്. ഈ യുദ്ധം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ അവർക്കില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയപരമായി അവിടെ സൈന്യവും ഒപ്പം രാഷ്ട്രീയ നേതൃത്വവും നേരിടുന്ന വെല്ലുവിളികളും മറ്റൊരു തരത്തിലുണ്ട്. ജനങ്ങളിൽ നിന്നടക്കം വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നാഷണൽ കൗൺസിലുണ്ടായ ചർച്ചകൾ തന്നെ പരസ്യമായതാണ്. അതായത് സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും നീക്കത്തിനെതിരെ അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. യുദ്ധമുണ്ടായാൽ സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട്, ശത്രുവിൻ്റെ ബലം തിരിച്ചറിയാതെയാണ് നീക്കം നടത്തുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ അപ്പോൾ അവിടെ ഉണ്ടായതാണ്. അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി കൂടി സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും മുന്നിൽ ഉണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിന് പുറമെയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം സ്വാഭാവികമായും അവർക്ക് മേൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന സൈനിക ശക്തിയാണ് ഇന്ത്യ. ആ സൈനിക ശക്തിയും പാകിസ്ഥാനുമായി തട്ടിച്ചു നോക്കുമ്പോൾ
നോക്കുമ്പോൾ തുലവും ദുർബലമാണ് പാകിസ്ഥാന്റെ അവസ്ഥ. എന്നിട്ടും തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതൊരു ആത്മഹത്യാപരമാണ് എന്നൊരു വിലയിരുത്തൽ കൂടി അവർക്ക് ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിലാവണം അത്തരം ആലോചനകൾ. എന്തായാലും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു, ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുന്നു, ഒരു ഇടപെടലിന് ആഗ്രഹിക്കുന്നു. ഇതിനകം തന്നെ നമ്മൾ കണ്ടതാണ് അമേരിക്കയും ചൈനയും അടക്കം മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറാണ് എന്ന നിലപാടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ സമ്മർദ്ദം കൂടി അവർക്ക് മുന്നിൽ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇതിനോട് ഇന്ത്യ നടത്തുന്ന തുടർ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, ഒരു വെടിനിർത്തൽ സാധ്യത ഉണ്ടാകുമോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായും ചില ആക്രമണങ്ങൾ ഇന്നലെ ഇന്ത്യ അടിക്ക് തിരിച്ചടി എന്നോണം അതിശക്തമായ ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരുന്നു. വ്യോമത്താവളങ്ങൾ അടക്കം ആക്രമിച്ചു, എയർബേസുകൾ ആക്രമിച്ചു, ഭീകരതാവളങ്ങളിൽ ആക്രമണമുണ്ടായി. ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. അതിശക്തമായ ആക്രമണമായിരുന്നു. തീപിടുത്തമടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം.